ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തായാലും നമ്മൾ രാവിലെ ഒരു പുതിയ പർച്ചേസിന് വേണ്ടി പോവുകയാണ്. എൻ്റെ ടൈറ്റിലിൽ നിന്ന് മനസ്സിലായി കാണും ഞാൻ എന്താ മേടിക്കാൻ പോകുന്നതെന്നുള്ളത്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം മേടിക്കണമെന്നുള്ളത്. അങ്ങനെ ഫൈനലി മേടിക്കാൻ പോകണം. ഞാൻ വിചാരിച്ചു എന്തായാലും ഫോൺ മേടിച്ചു, ഹെഡ്സെറ്റ് മേടിച്ചു, പിന്നെ ഈ ഒരു ഇക്കോ സിസ്റ്റത്തിലോട്ട് ഞാൻ പയ്യെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതൊന്ന് കംപ്ലീറ്റ് ആകാൻ ഇതും കൂടെ മതി. പിന്നെ ഭാവിയിൽ കുറച്ച് അപ്ഗ്രേഡ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം യൂട്യൂബ് ചാനലും ബാക്കി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡെവലപ്പായി കഴിയുമ്പം ബാക്കിയുള്ള കാര്യങ്ങളിൽ അപ്ഗ്രേഡ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഈ ബാക്കിയുള്ള കാര്യം എന്ന് പറയുന്നത് ഐപാഡും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ കേസിലുമാണ്. ബാക്കി ഇപ്പോൾ ഒരുമാതിരി ലേറ്റസ്റ്റ് തന്നെയാണ് കയ്യിലുള്ളത്. 14 Pro Max ഉണ്ട്, ഹെഡ്ഫോണായിട്ട് എയർപോഡ്സ് പ്രോ Gen 2 ഉണ്ട്. ഇപ്പോൾ വാച്ചും കൂടെ ആയി കഴിയുമ്പം നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റത്തിലായി. പിന്നെ ഓൾറെഡി എനിക്കൊരു iMac ഫ്രീ ആയിട്ട് കിട്ടിയതുണ്ട്, ഒരു ഐപാഡ് ഫ്രീ ആയിട്ട് കിട്ടിയതുണ്ട്. ഫോർ ദ ടൈം ബീങ് അതൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ബാക്കിയുള്ള കരിയറും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഒരു പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത് പോലെ നമുക്ക് അതിലും അപ്ഗ്രേഡ്സൊക്കെ വരുത്താം. അപ്പോൾ ഞാൻ വെരി മച്ച് എക്സൈറ്റഡ് ആണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വാച്ച് 8 മേടിക്കണോ അൾട്ര മേടിക്കണോ എന്നുള്ളത്. പിന്നെ കുറേ റിസർച്ചസും അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ് നടത്തിയിട്ടാണ് ഫൈനലി അൾട്ര എടുക്കാമെന്നൊരു തീരുമാനത്തിലെത്തിയത്. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വാച്ച് മേടിച്ച് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ ആപ്പിൾ സ്റ്റോറിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ വാച്ച് നമ്മൾ മേടിച്ച് തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്ത് കാണണ്ടേ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഫോണായിട്ടുള്ള കണക്ഷന്, സെറ്റപ്പ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനും ഫസ്റ്റ് ടൈമാണ് ഒരു ആപ്പിൾ വാച്ച് യൂസ് ചെയ്യുന്നത്. ആപ്പിൾ വാച്ച് എന്നല്ല, ഞാൻ ഇത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളുടെ നോർമലായിട്ടുള്ള അനലോഗ് വാച്ചസും ഡിജിറ്റൽ വാച്ചസും ഒക്കെയാണ്. ഒരു സ്മാർട്ട് വാച്ച് എന്നൊരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ ഒന്ന് അൺബോക്സിങ് കണ്ടിട്ട് വരാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി നമ്മളുടെ വാച്ച് സെറ്റായിരിക്കുകയാണ്. എന്താ പറയണ്ടേ എന്നറിയത്തില്ല. ആപ്പിൾ വാച്ച് എന്നുള്ളത് അല്ലെങ്കിൽ ആപ്പിൾ വാച്ച് എന്നൊരു പ്രൊഡക്റ്റ് എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു വർഷം അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും താഴെ ആയി കാണത്തുള്ളൂ ആപ്പിൾ വാച്ച് മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കയറിയിട്ട്. പക്ഷെ അൾട്രാ മേടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതും ഒരു ക്വിക്ക് ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താ പറയുന്നത്, ഐഫോൺ മേടിച്ചു, ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പുറകെ നമ്മൾ എയർപോഡ്സ് മേടിച്ചു. അപ്പോൾ പിന്നെ അടുത്ത ഒരു എക്കോസിസ്റ്റത്തിനകത്തുള്ള സാധനം എന്ന് പറയുന്നത് വാച്ചാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് വാച്ച് ഇങ്ങനെ ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ ഞാൻ ജനിച്ച് ഇത്രയും കാലമായിട്ട് ഒരു സ്മാർട്ട് വാച്ച് വേറെ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്മാർട്ട് വാച്ച്. ഇത്ര നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിജിറ്റൽ അല്ലെങ്കിൽ അനലോഗ് വാച്ചുകളായിരുന്നു കൂടുതലും. അപ്പം ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ആവശ്യം എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ എന്താ പറയുന്നത്, ഈ ഒരു എക്കോസിസ്റ്റത്തിലോട്ട് വന്നപ്പം ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ 7 എടുക്കാം അല്ലെങ്കിൽ 8 എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ 7ൻ്റെ ആവശ്യമുള്ളായിരുന്നു. അപ്പം 7 ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എൻ്റെ റൂംമേറ്റിൻ്റെ ഇരിക്കുന്നത് സീരീസ് 7 GPS വെർഷൻ. അപ്പോൾ അവൻ്റെ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പം ഭയങ്കര കുഞ്ഞതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ കൈ അത്ര മാരക വലിപ്പമുള്ള കൈയൊന്നും അല്ല. എന്നിരുന്നാലും ഞാൻ ഈ അനലോഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ വാച്ചുകളുടെ ഉപയോഗിച്ചേക്കുന്ന എല്ലാം വലിയ ഡയലുള്ളതാണ്. അപ്പം അത്രയും വലുതൊക്കെ ഇങ്ങനെ കയ്യിൽ കണ്ട് ഇങ്ങനെ കുഞ്ഞു തുറന്നും കാണുമ്പം എന്തോ ഒരു ചെറുതാണ്. എൻ്റെ കൈയുടെ ആ ഒരു ഇതിൻ്റെ ആണോ എനിക്കറിയാം, എന്തോ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 14ൻ്റെ കൂടെ ആപ്പിൾ വാച്ച് ഇറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ അൾട്രാ എന്ന് പറഞ്ഞ ഒരു വലിയ മോഡലും കൂടെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പ്രൈസ് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. 850 പൗണ്ട്. അപ്പം നാട്ടിലെ ഒരു 85,000 90,000 റുപ്പീസിന് അടുത്തെങ്ങാണ്ടായി. അപ്പം അത്രയും പൈസയുടെ സാധനം വേണോ എന്നിങ്ങനെ ഭയങ്കര ആശ കാട്ടും. പക്ഷെ എനിക്ക് ആപ്പിൾ വാച്ച് വേണം താനും. ഞാനപ്പം മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തു റിമൂവ് ചെയ്തു അങ്ങനെ കുറേ പ്രാവശ്യം നടന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഒന്ന് പോയി കണ്ട് നോക്കാം, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മേടിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു ഞാൻ. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് പോയത്. അപ്പം ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം ഓക്കെ, ദിസ് ഈസ് ദ വൺ, എനിക്കിത് മതി, പൈസ ആയാലും സാരമില്ല. കാരണം നമ്മൾ മേടിക്കുമ്പം സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പിന്നെ അയ്യോ മേടിച്ചല്ലോ, എനിക്ക് അത് മതിയായിരുന്നു അങ്ങനെ തോന്നൽ വരികയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫൈനലി ഈ ഒരു അൾട്രയിലോട്ട് തന്നെ വന്നത്. ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വാച്ച് ഫേസ് എന്ന് പറയുന്നത് അനലോഗ് തന്നെയാണ്. എനിക്ക് ഡിജിറ്റലിനെക്കാട്ടും ഇഷ്ടം അനലോഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഇങ്ങനത്തെ ഫേസസ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാൻ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നത്. അപ്പം എന്താ പറയുന്നത്, ഇതിനി പഠിച്ചു വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒരു ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി അപാരം, ബാറ്ററി ബാക്കപ്പ് അടിപൊളിയാണ്. 3 ദിവസം എൻ്റെ യൂസിനൊക്കെ 3 ദിവസത്തിന് മേളിലാണ് എനിക്ക് ബാറ്ററി ബാക്കപ്പ് ഉള്ളത്. പിന്നെ ഞാൻ മേടിച്ചത് മിഡ് നൈറ്റ് ബ്ലൂ അങ്ങനെ കണ്ട് പറഞ്ഞിട്ടുള്ളൊരു കളറായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബേസിക്കായിട്ട് ഇനി എന്താ എൻ്റെ പറയണ്ടേ, വാച്ചിൻ്റെ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള റിവ്യൂ പറയാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്ക് അവൻ്റെ കൂട്ടുകാരൻ്റെ 7ൻ്റെ വാച്ച് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മച്ച് ബിഗറാണ്, സ്ട്രോങ്ങറാണ്. പിന്നെ ഗ്ലാസ് പക്ക ഫ്ലാറ്റാണ്. 7നും 8ഉം ഒക്കെ കുറച്ചും കൂടെ കെർവ്ഡ് ആണ്. അതാ പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കമത്തി വെക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ചെല്ലുന്ന മുട്ടുന്നത് ഗ്ലാസ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് ഫ്രെയിമേ മുട്ടത്തുള്ളൂ. ഫ്രെയിമിനകത്തായിട്ടാണ് ഗ്ലാസ് ഇരിക്കുന്നത്. പിന്നെ എനിക്കൊരു ഡിഫറൻറ്റ് തോന്നിയത് ചാർജിങ്ങിൻ്റെ ഈ ഒരു മാഗ്നറ്റിക് ചാർജറിൻ്റെ ഈ കേബിളിലാണ്. കാരണം നമ്മളുടെ നോർമലി ഐഫോണിൻ്റെ കൂടെ വരുന്ന കേബിൾ തന്നെയാണ്, കേബിളിൻ്റെ മെറ്റീരിയലാണ് വാച്ചിൻ്റെ 7 അല്ലെങ്കിൽ 8 വരെയുള്ള, 8ന് എനിക്കറിയത്തില്ല, 7 വരെയുള്ള വാച്ചിന് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് കുറച്ചും കൂടെ ഒരു ഗ്രിപ്പുള്ള രീതിയിൽ ഒരു ത്രെഡ് പോലെ ഒരു കവറിങ് ഉണ്ട് ഈ ഒരു
കേബിളിന്. ചാർജിങ്ങിൻ്റെ വോൾട്ടും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അതിനകത്ത് പറയുന്നില്ല. ജസ്റ്റ് മേടിച്ചു. എൻ്റെ ഒരു ഒരു ഷോർട്ട് ടൈമിൽ വന്ന ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്മാർട്ട് വാച്ച് എന്നുള്ളത്. അത് ഞാൻ അങ്ങ് സാധിച്ചെടുത്തു. അപ്പം കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ആപ്പിൾ എക്കോസിസ്റ്റം തന്നെയായി. ഫോണായി, വാച്ച് അൾട്രയായി, എയർപോഡ്സ് ജനറേഷൻ 2 ആയി. അപ്പം ഇപ്പം ലിറ്ററലി ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത് ഞാൻ വന്നു കഴിഞ്ഞു. ഇനിയിപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള എന്തൊക്കെയാണ്, ഒരു എയർപോഡ് മാക്സ്, പിന്നെ ഐപാഡ്, പിന്നെ മാക്ബുക്ക് ഉണ്ട്, ഐമാക് ഉണ്ട്, മാക് മിനി ഒക്കെ ഉണ്ട്. പക്ഷെ അത്രത്തിലോട്ടൊന്നും ഞാൻ പോകത്തില്ല. കാരണം അതൊക്കെ നമ്മളുടെ കയ്യിൽ നിൽക്കാത്ത സാധനങ്ങളാണ്, നമുക്ക് ഉപയോഗം വരത്തില്ല. അത്രയും ഹാർഡ് കോർ ആയിട്ടൊന്നും ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഇതൊന്നുമില്ല. ഈ ഐമാക്ക് മേടിക്കുക, സ്റ്റുഡിയോ മേടിക്കുക, അതൊക്കെ ഭയങ്കര പൈസ എറിഞ്ഞ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്കുള്ളതാണ്. അപ്പം എൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു പാഷൻ ബേസിസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പിൻ്റെ തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു മാക്ബുക്ക് പ്രോയോ അല്ലെങ്കിൽ അതിനോട് കമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന ആപ്പിൾ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും മേടിക്കുക. അപ്പം എനിവേസ് ഞാൻ വെറുതെ വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല. ജസ്റ്റ് മേടിച്ച ഒരു സന്തോഷം. ഞാൻ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ പറയുന്ന പോലെ തന്നെ എനിക്കിതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. മേടിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളതുള്ളൂ. കാരണം ഇപ്പം നിങ്ങളും ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്, വീഡിയോ ഇടാത്തപ്പോൾ എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം നമുക്കൊക്കെ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നതൊക്കെ നമുക്ക് സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ അങ്ങ് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം വെറുതെ നീട്ടുന്നില്ല, ടാറ്റ പറയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.